ചരിത്രമുള്ള ഒരു സമൂഹത്തിന് ചരിത്രബോധമില്ലാത്ത മതമേലധ്യക്ഷന്മാർ ഉണ്ടായാൽ എന്തു സംഭവിക്കും? അതിനുദാഹരണമാണ് ഇന്നത്തെ സീറോ മലബാർ സഭ. ഒരു മെത്രാൻ പറയുന്നത് കേൾക്കുക. രാജ്യമാണ് എന്നാണ്. ഭൂട്ടാൻ എന്ന രാജ്യത്തിന്റെ പേര് തന്നെ പട്ടന്മാരിൽ നിന്ന് വന്നതാണെന്ന് പണ്ഡിതന്മാര് പറയാറുണ്ട്. നഫ്താലി ഗോത്രക്കാരുടെ ദേശമാണ് നേപ്പാൾ എന്ന് സ്ഥാപിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. നെഹ്റു എന്ന പേര് പോലും ഇസ്രായേൽ ഗോത്രത്തലവനായ അബ്രാഹമിന്റെ മുത്തച്ഛൻ നാഹോറിൽ നിന്ന് വന്നതാണ് എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. ഞാനിത് പറഞ്ഞത് ഇതൊരു ഇനിയും എത്ര നിരുത്തരവാദിത്വപരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പ്രസ്തുത പ്രസംഗത്തിൽ കേരളത്തിൽ ജൂത ബ്രാഹ്മണർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് കേരളത്തിൽ കാണുന്ന ഡോളമെന്റ്സ് ജൂതരുടെ കല്ലറകളാണെന്നാണ്. എബ്രഹാം ബെൻഹർ എന്നൊരു വയനാട്ടുകാരൻ അദ്ദേഹത്തിന്റെ പുരയിടത്തിൽ കണ്ട ഡോളമെന്റ്സിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതായിരിക്കണം ഇദ്ദേഹത്തെ ഇത് പറയാനായിട്ട് പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. ഞാൻ കരുതുന്നു യാതൊരു വസ്തുതകളുമില്ലാത്ത ഒരു വിചിത്ര കൃതിയാണത്. കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളെക്കുറിച്ച് ഒട്ടേറെ നല്ല പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയിൽ പലതും നമ്മുടെ യൂണിവേഴ്സിറ്റികളിലുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ രാജേഷ് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. എളിയവനായ ഞാനും കഴിഞ്ഞ 25 വർഷക്കാലമായി ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഡോളമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ രാജ്യത്തിന്റെയോ സ്വന്തമല്ല. ലോകത്തെമ്പാടും ഡോളമെന്റ്സ് ഉണ്ട്. മഹാശിലാ സ്മാരകങ്ങൾ മാനവരാശിയുടെ വികാസ പരിണാമ വഴിയിലെ നാഴികക്കല്ലുകളാണ്. നമ്മുടെ മറയൂരിലെ മഹാശിലാ സ്മാരകങ്ങളും പോർച്ചുഗലിലെ നോർത്തേൺ റീജിയനിലെ മഹാശിലാ സ്മാരകങ്ങളും തമ്മിൽ വലിയ സാദൃശ്യമുണ്ട്. അതിനർത്ഥം നൂറ്റാണ്ടുകളായി ഈ രാജ്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നല്ല. ചരിത്രത്തെ യുക്തിപൂർവ്വം പഠിക്കാൻ ശ്രമിക്കാത്ത ആളുകൾ സഭയിലുണ്ടാക്കുന്ന മണ്ടൻ തീരുമാനങ്ങൾ വിശ്വാസികൾക്കിടയിൽ എതിർപ്പുണ്ടാക്കിയാൽ അവരെ കുറ്റം പറയാനാകില്ല. അദ്ദേഹം ജൂത ബ്രാഹ്മണ പാരമ്പര്യം അവകാശപ്പെടുമ്പോൾ യഥാർത്ഥ വസ്തുത കാഞ്ഞിരപ്പള്ളി മുതൽ തൊടുപുഴ വരെയുള്ള പ്രദേശങ്ങളിൽ മനേസിസ് മെത്രാപ്പോലിത്ത മലയരയരെ ക്രിസ്തുമതത്തിൽ ചേർത്ത് അവർക്ക് സെന്റ് തോമസ് ക്രിസ്ത്യന്റെ അവകാശം കൊടുക്കുമ്പോഴാണ് ആ പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാകും. ഡച്ച് രേഖകൾ പ്രകാരം 14ഓളം ഗോത്രങ്ങളാണ് അത്തരത്തിൽ വന്നത്. അവയിൽ ഓരോന്നിലും 5000-ൽ കുറയാത്ത ആളുകളുണ്ടായിരുന്നുവെന്ന് പറയുന്നു. കലറങ്ങാട് മെത്രാൻ പറയേണ്ടത് ആ ഗോത്രങ്ങളെക്കുറിച്ചാണ്, ജൂതഗോത്രങ്ങളെക്കുറിച്ചല്ല. അദ്ദേഹം ഈ അടുത്ത കാലത്ത് കേരള ക്രിസ്ത്യാനികൾ നൊസ്തോറിയൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നൊസ്തോറീസ് വണക്കം പാലായിൽ ആരംഭിച്ചിരിക്കുകയാണ്. ദൈവമാതാവിനെ വണങ്ങരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, ദൈവമാതാവിന്റെ തിരുസ്വരൂപങ്ങൾ വണങ്ങരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആഗോള കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടയാളാണ് നൊസ്തോറിയോസ്. നാം പരിശോധിക്കേണ്ടത് കേരള ക്രിസ്ത്യാനികൾ നൊസ്തോറിയന്മാരായിരുന്നു എന്നുള്ളതാണ്. 1490-ലാണ് ബാബിലോണിയൻ പാത്രിയാർക്കീസുമായി കേരള ക്രിസ്ത്യാനികൾക്ക് ബന്ധമുണ്ടാകുന്നത്. 1493-ൽ, അതായത് വാസ്കോഡ ഗാമ പന്തലായൻ കൊല്ലത്ത് കപ്പലിറങ്ങുന്നതിന് 5 വർഷങ്ങൾക്ക് മുമ്പ്, ലൂയിസ് കടമസ്റ്റോക്ക് എന്നൊരു വെനീസുകാരൻ വരികയുണ്ടായി. അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ കേരള ക്രിസ്ത്യാനികളുടെ തലവൻ റോമിലെ മാർപ്പാപ്പയാണെന്നും അവർ ദൈവമാതാവിനെ വണങ്ങുന്നവരാണെന്നും വ്യക്തമായി പറയുന്നുണ്ട്. 1555-ൽ ബാബിലോണിയയിൽ നിന്ന് വന്ന പാത്രിയാർക്കീസ് മാർ യൗസേപ്പിനെ പോർച്ചുഗീസുകാർ ലിസ്ബണിലും ഗോവയിലും കൊണ്ടുപോയി വിചാരണ ചെയ്യുകയും നൊസ്തോറിയൻ അല്ല എന്ന് തീർച്ചപ്പെടുത്തി വിട്ടയക്കുകയുമാണ്. അദ്ദേഹത്തിന് ശേഷം വന്ന മാർ എബ്രാഹാമിനെ ഗോവയിലും ലിസ്ബണിലും കൊണ്ടുപോയി വിചാരണ ചെയ്ത് നൊസ്തോറിയൻ അല്ല എന്ന് തീർച്ചപ്പെടുത്തി വിട്ടയക്കുകയാണ്. 1580-ൽ ബാബിലോണിയൻ പാത്രിയാർക്കീസിന്റെ പ്രതിപുരുഷനുമായ മാർ ഏലിയ മാർപ്പാപ്പയ്ക്ക് ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്തിൽ പറയുന്ന ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, മേലിൽ
കേരള ക്രിസ്ത്യാനികളെ നൊസ്തോറിയൻ അല്ലെങ്കിൽ നൊസ്തോറിയന്മാരെന്ന് പറഞ്ഞ് അപമാനിക്കരുത് എന്നാണ്. 444 വർഷങ്ങൾക്ക് ശേഷം അത്തരത്തിൽ അപമാനിക്കുന്നത് കല്ലറങ്ങാട് മെത്രാനാണ്. അതേ നാവുകൊണ്ട് തന്നെ അദ്ദേഹം മർത്തൃമറിയം എന്നും പറയുന്നുണ്ട്. നൊസ്തോറിയസും മർത്തൃമറിയവും പരസ്പര വിരുദ്ധമാണ്. ഒന്നുകിൽ ദൈവമാതാവിനെ വണങ്ങണം, അല്ലെങ്കിൽ നൊസ്തോറിയസിനെ വണങ്ങണം. അദ്ദേഹം പറയുന്ന ഈ രണ്ട് കാര്യങ്ങളും തെറ്റാണ്. കേരള ക്രിസ്ത്യാനികൾ ദൈവമാതാവിനെ വണങ്ങിയിരുന്നു. അവർ ദൈവമാതാവിനെ വിളിച്ചത് മുത്തി എന്നാണ്. കുറുവിലങ്ങാട് മുത്തി, കൊരട്ടി മുത്തി. പ്രസ്തുത മെത്രാൻ കഴിഞ്ഞ വാരം മറ്റൊരു വികൃതി ചെയ്തു. 1653 കൂനൻ കുരിശ് സത്യം നടന്നത്. കുരിശ് സത്യം നടന്ന കുരിശ് ഇപ്പോഴും മട്ടാഞ്ചേരിയിലുണ്ട്. ഓർത്തഡോക്സ് സഭക്കാർ അതിന് വിപരീതമായി മട്ടാഞ്ചേരിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ അവർ ഭാരതത്തിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും ലത്തീൻ വൽക്കരണത്തിന് നടന്ന മഹത്തായ സമരമെന്നുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ നിലനിൽപ്പ് തന്നെ അതാണ്. അവിടെ കല്ലറങ്ങാട് മെത്രാൻ സന്ദർശിക്കുകയും അവയെ ശരിവെക്കുകയും ചെയ്തിരിക്കുമ്പോൾ വിശ്വാസികൾക്ക് മുന്നിൽ വലിയൊരു സന്ദേഹമുണ്ടാവുകയാണ്. അതിനു മുമ്പ് നാം അതിന്റെ ചരിത്ര വഴി പരിശോധിക്കണം. അഹത്തള്ള എന്നൊരു മെത്രാൻ മൈലാപ്പൂര് വന്ന് കേരള ക്രിസ്ത്യാനികൾക്ക് ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്തിൽ പറയുന്ന വാചകമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 2 കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ച് പറയുന്നത്. ഒന്ന്, മാർപ്പാപ്പയിൽ നിന്നും സമസ്താധികാരങ്ങളിൽ ലഭിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2, ദൈവമാതാവായ മറിയത്തിന്റെ നാമത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. നോക്കുക, കേരള ക്രിസ്ത്യാനികൾ അഭിസംബോധന ചെയ്യുന്ന അഹത്തള്ള പറയുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, മാർപ്പാപ്പയിൽ നിന്നും അഥവാ ലത്തീൻ വിശ്വാസത്തിൽ നിന്നും. 2, ദൈവമാതാവായ മറിയത്തിന്റെ നാമത്തിൽ. കൂനൻ കുരിശ് സത്യം നടക്കുന്നത് വികാരപരമായൊരു കാര്യമാണ്. അഹത്തള്ള കൊല്ലപ്പെട്ടു എന്ന തെറ്റിദ്ധാരണയുടെ പേരിലാണ് കുരിശ് സത്യം നടക്കുന്നത്. കുരിശ് സത്യം നടത്തുന്നതിന് മുമ്പാണോ ശേഷമാണോ എന്ന് നമുക്ക് വ്യക്തമല്ല. ഒരു കത്ത് കപ്പിത്താന്, പോർച്ചുഗീസ് കപ്പിത്താൻ അവർ കൊടുക്കുന്നുണ്ട്. അതിലവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പൗലിസ്ത്യർ അഥവാ ഈശോ സഭക്കാർ ഒഴികെ മറ്റു 4 കൂട്ടരിൽ ആരുമായിക്കോട്ടെ, ഫ്രാൻസിസ്കൻ, ഡൊമിനിക്കൻ, കർമ്മലീത്ത, അഗസ്തീനിയൻ ആരുമായിക്കോട്ടെ, പൗലിസ്ത്യർ ഞങ്ങളെ ഭരിക്കണ്ട. ഈശോ സഭക്കാർക്ക് വണക്കം ചെയ്യുക ഇല്ല എന്നും അവരിൽ നിന്നും ആരും സ്വന്തം മതാധ്യക്ഷനായി സ്വീകരിക്കുക ഇല്ല എന്നുമാണ് കുരിശ് സത്യം. കേരള ക്രിസ്ത്യാനികൾ ലത്തീൻ വിശ്വാസത്തിനെതിരെ സമരം ചെയ്തിട്ടില്ല. അവർ സമരം ചെയ്തത് പൗലസ്ത്യർ അഥവാ ഈശോ സഭക്കാർക്കും പോർച്ചുഗീസുകാർക്കും എതിരാണ്. ഇതാണ് വസ്തുത. ഇത് എളുപ്പത്തിൽ വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ആശയം വല്ലാതെ വികലമാക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു ശരാശരി ക്രിസ്ത്യാനിക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 1785 ഡിസംബർ 1 കൃത്യമായി പറഞ്ഞാൽ കുരിശ് സത്യം കഴിഞ്ഞ് ഏകദേശം 130 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ സകല ക്രൈസ്തവരെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുനരൈക്യ ശ്രമം നടന്നു. ഈ 1785 ഡിസംബർ 1 പിരിഞ്ഞുപോയവരുടെ പ്രതിനിധിയായ മാർത്തോമയും ലത്തീൻ മിഷണറിയായ പൗളിനോസും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതിന്റെ രേഖകൾ പരിശോധിക്കുക. അക്കാലത്ത് അധികാരപരമായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ ആചാരപരമായോ അനുഷ്ഠാനപരമായോ ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ കുരിശു സത്യം നടത്തി പിരിഞ്ഞു പോയിരുന്നവരും ആചരിച്ചത് ലത്തീൻ രീതികൾ തന്നെയാണ്. 18ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ അവർ തിരുസ്വരൂപങ്ങളെ വണങ്ങിയിരുന്നു. കേരള ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം എത്രയോ വികലമായ വീക്ഷണങ്ങളും കാഴ്ചപ്പാടുകളുമാണ് കല്ലറങ്ങാട് മെത്രാൻ അവതരിപ്പിക്കുന്നത്. പോയ നൂറ്റാണ്ടിലാണ് കേരള ക്രിസ്ത്യാനികൾ നൊസ്തോറിയന്മാരല്ല എന്ന് വിശദീകരിച്ചെഴുതിയ ചരിത്രകാരന്മാരോ അല്ലെങ്കിൽ പഠിതാക്കളോ എന്ന് പറയാവുന്ന ആളുകളാണ് കുറുവിലങ്ങാട്ടുകാരൻ തന്നെയായ നിതിരിക്കൽ മാണിയച്ചൻ, ബർണാഡ് തോമയച്ചൻ, ജോർജ് കത്തനാർ, പള്ളി വീട്ടിൽ കുര്യൻ തുടങ്ങിയ ആളുകൾ. അവരെല്ലാം കേരള ക്രിസ്ത്യാനികൾ നൊസ്തോറിയന്മാരല്ല എന്ന്
തീർച്ചപ്പെടുത്തി എഴുതിയവരാണ്. അവരൊക്കെ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ കല്ലറങ്ങാട് മെത്രാനെ വട്ടം കൂടി തട്ടിക്കൂട്ടിയാനെ. മിസ്റ്റർ കല്ലറങ്ങാട് മെത്രാൻ, അങ്ങ് പാപം ചെയ്തത് കുറവിലങ്ങാട് മുത്തിയുടെ മുന്നിലാണ്. ഇന്നോളം അവിടെ ആരും നൊസ്തോറിയസിനെ വണങ്ങിയിട്ടില്ല. അങ്ങ് കല്ലറങ്ങാട് മെത്രാൻ, കുറവിലങ്ങാട് മുത്തിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ നൊസ്തോറിയസിന് മംഗളം പാടി. അന്യദേവന്മാരുടെ ബിംബങ്ങൾ, മാനിക്കയ അടയാളങ്ങൾ നിങ്ങൾ കുറവിലങ്ങാട് മുത്തിയുടെ നടയിൽ പ്രതിഷ്ഠിച്ചു. അങ്ങും ഒരു ദിവസം മരിക്കും. അൽഫോൻസാമിയെപ്പോലെ അനേകായിരം സന്യസ്തരും വിശ്വാസികളും ജപമാല ചൊല്ലി ഉറക്കിയ കുറവിലങ്ങാട് മുത്തിയുടെ നടയിൽ നിന്ന് അന്ന് അങ്ങയുടെ ജനം അങ്ങയ്ക്കെതിരെ പിറുപിറുക്കും. തങ്ങളുടെ ചുണ്ടിൽ നൊസ്തോറിയസിന് തിരികിയതിന്, മാന്യവിശ്വാസം അടിച്ചേൽപ്പിച്ചതിന് അവർ പിറുപിറുക്കും. ചരിത്ര പുസ്തകങ്ങൾ അങ്ങയെ രണ്ടാം മെല്ലൂസ് എന്ന് വിശേഷിപ്പിക്കും. ഞാനും ഒരു ദിവസം മരിക്കും. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിലനിൽക്കും. എന്റെ ചാർച്ചക്കാരെ, എന്റെ മൃതപേടകത്തിൽ എന്റെ കയ്യിൽ ഒരു ക്രൂശിത രൂപം തരണേ. ഞാൻ വിശ്വസിച്ച് കടന്നു പോകട്ടെ. ഒരു ശരാശരി സീറോ മലബാർ വിശ്വാസി അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. താൻ വിശ്വസിച്ച തന്റെ മതത്തിന്റെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നിവർത്തിച്ച് ജനിച്ച മണ്ണിൽ വിശ്വസിച്ച് മരിക്കാൻ കഴിയാത്ത സാഹചര്യം. ഞാൻ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, ഒരു കാര്യം നേരത്തെ തൊട്ടുള്ളതാണ്. ക്രൂശിത രൂപത്തെ വണങ്ങണമോ, മാനിക്കയൻ കുരിശിനെ വണങ്ങണമോ? 2, നൊസ്തോറിയസിനെ വണങ്ങണമോ, ദൈവമാതാവിനെ വണങ്ങണമോ? 3, കുരിശ് സത്യം നടന്നത് പൗലസ്ത്യർക്കെതിരെയോ ലത്തീൻവൽക്കരണത്തിനെതിരെയോ? ഈ 3 പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സിനഡിന് കഴിയാത്തിടത്തോളം കാലം ഈ സഭയിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇത് സമാധാനപരമായി പിരിക്കാനുള്ള ശ്രമമെങ്കിലും സിനഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അന്ധനായ ധൃതരാഷ്ട്ര കല്യാണം കഴിച്ച സുന്ദരിയായ ഭാര്യ തന്റെ ഭർത്താവിനോടുള്ള ഇഷ്ടം മൂത്ത് കണ്ണു മൂടിക്കെട്ടി. അന്ധരായ മെത്രാന്മാരോടുള്ള സ്നേഹം മൂത്ത് കണ്ണു മൂടിക്കെട്ടാതെ ധീരമായി സത്യത്തിന് സാക്ഷ്യം വഹിക്കണം. നിറഞ്ഞ വിശ്വാസത്തോടെ, തികഞ്ഞ ബോധ്യത്തോടെ പറയട്ടെ, കത്തോലിക്ക ദേവാലയങ്ങൾ എടുത്തു മാറ്റിയ ക്രൂശിത രൂപങ്ങൾ പുനഃസ്ഥാപിക്കാതെ ഈ തലമുറ കടന്നു പോകില്ല.